ഏട്ടത്തി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ? എന്റെ ശ്രീയേട്ട പാവോ ജലജമായി. അവരെ വിഷമിപ്പിക്കരുത്. മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കരുത്. ആ സുധേ, കല്യാണ ദിവസമായിട്ട് ഇവളെന്താ ഇങ്ങനെ മുഖം വേർപ്പിച്ചിരിക്കുന്നേ? നിങ്ങള് തമ്മിൽ ഇന്നും വഴക്കിട്ടോ? അവൾക്ക് നമ്മളെയൊക്കെ വിട്ടുപോകുന്നതിന്റെ വിഷമോ? കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നേരെ വിരുന്നിന് പോണം. കുമാറിന് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്, അവിടെ ഒക്കെ പോണം. അതിനിടയ്ക്ക് നിനക്ക് എപ്പോഴാടി പഠിക്കാൻ സമയം കിട്ടുന്നത്? നമ്മള് പെണ്ണുങ്ങളുടെ ജീവിതം അങ്ങനെയല്ലേ മോളെ? ജനിച്ചു വളർന്ന വീടും അച്ഛനെയും അമ്മയും ഒക്കെ വിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളൊക്കെ പോവേണ്ടി വരും. പിന്നെ ഭർത്താവിന്റെ വീടാ നമ്മുടെ വീട്. നിന്റെ അമ്മയും ഞാനും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പോയത്. ആദ്യമൊക്കെ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, പിന്നെ അവിടെയുള്ളവരൊക്കെ നമ്മുടെ ആളുകളാവും. ദേ, അമൃതമോള് നമ്മുടെ വീടുമായിട്ട് പൊരുത്തപ്പെട്ടില്ലേ? അതുപോലെ എല്ലാം ശരിയാവും. അല്ല, ഭരതന സാവിത്രി എവിടെ? അവര് നേരത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? മോളെ, എന്നാ പിന്നെ എഴുന്നേക്ക്, നമുക്ക് എല്ലാവരുടെ അനുഗ്രഹം മേടിക്കാൻ നോക്കാം. വാ, എണീക്ക്. വാ മോനെ. വാ മോളെ. ആഹാ, എന്റെ മാളൂട്ടി സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ. എടി, ഇന്ന് നിന്റെ കല്യാണ. നന്നായിട്ട് ചിരിച്ച് നല്ല സന്തോഷമായിട്ട് വേണം നീ നിൽക്കാൻ, കേട്ടോ? അല്ല, നിന്റെ പുസ്തകങ്ങളൊക്കെ എടുത്തില്ലേ? അവിടെ ചെന്നാലെന്തേ പഠിത്തം മുടങ്ങരുത്. ഭാഗ്യത്തിന് പഠിക്കാൻ അവർ സമ്മതിച്ചല്ലോ. പിന്നെ ഞാൻ 1-2 നല്ല കോളേജുകളുടെ അപേക്ഷാ ഫോം വാങ്ങി വെച്ചിട്ടുണ്ട്. നിനക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കോളേജ് ഏതാണോ അവിടെ കൊടുക്കാം. എൻട്രൻസ് കിട്ടിയോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ല കോളേജ് തന്നെ കിട്ടും. ചേച്ചി, ഇന്നലെ രാത്രി കെട്ടിവെച്ച ബുക്കൊക്കെ കൊണ്ടുപോണ്ടേ? ഞാൻ എടുത്തിട്ട് വരാവേ. വേണ്ട, അതൊന്നും ഇപ്പൊ എടുക്കണ്ട. അതെന്താ ചെറിയമ്മേ? അല്ല, അതോടെ എടുത്തു കഴിഞ്ഞാ ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോ ആ ബുക്കുകളും കാറിൽ തന്നെ കൊണ്ടുപോകാലോ, അല്ലേ? അല്ല, അതുകൊണ്ടല്ല ശ്രീകുട്ട. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് അടുക്കള കാണാൻ കുമാറിന്റെ വീട്ടിലേക്ക് പോവുമല്ലോ. അപ്പോ ഈ ബുക്കുകളും കൂടി കൊണ്ടുപോവാം, അതല്ലേ നല്ലത്? എന്നാ പിന്നെ അത് മതി. എന്തായാലും അലമാരയും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുപോകണം. അതിനൊരു വണ്ടിയും വിളിക്കണം. അപ്പൊ അതിന്റെ കൂടെ ബുക്കുകളും കൊടുത്തുവിടാം. ആയിക്കോട്ടെ. ഇപ്പൊ മാളുവിന്റെ ഡ്രസ്സുകൾ മാത്രം കൊണ്ടുപോയാൽ മതി. ശ്രീയേട്ട, എന്താ മാളൂട്ടി, എന്തിനാ നീ കരയുന്നേ? എന്തിനാ നീ കരയുന്നേ? ദേ നോക്ക്, നിനക്ക് എപ്പ വേണേലും ഇങ്ങോട്ട് വരാം. ശ്രീയേട്ടനെ വിളിക്കാം. നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ ശ്രീയേട്ടൻ അങ്ങോട്ട് വരും. നീ എന്താ വിചാരിച്ചേ? കല്യാണം കഴിഞ്ഞ ഏട്ടൻ നിന്നെ മറന്നു പോന്നോ? പിന്നെ എന്തിനാ ഈ കരച്ചില്? ദേ, നിന്റെ ക്ലാസ് ഒന്നും മുടങ്ങില്ല. നിനക്ക് വേണ്ട ബുക്കുകളൊക്കെ ശ്രീയേട്ടൻ അവിടെ എത്തിച്ചേരും. എന്റെ മാളൂട്ടി നന്നായിട്ട് പഠിച്ച് വലിയ ആളാകുന്ന എനിക്ക് കാണണം. അതുവരെ ഏട്ടൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മതി മതി, കല്യാണപ്പെണ്ണ് ഇങ്ങനെ കരഞ്ഞാലേ മേക്കപ്പ് എല്ലാം പോവും. ഏട്ടന്റെ മാളൂട്ടി നന്നായി വരും. മാളു, ദേ
കരയാതിരിക്കെ. ആ കരഞ്ഞാ പിന്നെ ഒന്നേന്ന് നിന്നെ ഒരുക്കേണ്ടി വരും. ദേ അച്ഛനെത്തിയല്ലോ. ഇനി ബാക്കിയുള്ളവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങണം. ആദ്യം അച്ഛന്റെ അനുഗ്രഹം വാങ്ങ. അതൊന്നും വേണ്ട മോളെ. അച്ഛൻ്റെ മാളു സന്തോഷമായിട്ട് ജീവിക്കണം. എവിടെ പോയാലും നീ അച്ഛൻ്റെ മാളു തന്നെ. ദീർഘസുമംഗലീ ഭവ. മതി, രണ്ടുപേരും കൂടെ വീണ്ടും കരച്ചിൽ തുടങ്ങണ്ട. എടി മോളെ, അമ്മായിയുടെ അനുഗ്രഹം മേടിച്ചേ. ചെല്ല്. ഭർത്താവിന്റെ വീട്ടിൽ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷായിട്ട് ജീവിക്കണം കേട്ടോ. ഇനി ഏട്ടത്തിയുടെ അനുഗ്രഹം വാങ്ങ. ചെല്ലേ. സന്തോഷായിരിക്കണം എപ്പോഴും. ഏട്ടത്തെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ. എന്റെ ശ്രീയേട്ട പാവോ ജലജമായി. അവരെ വിഷമിപ്പിക്കരുത്. മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കരുത്. ഇനി അമ്മയുടെ അനുഗ്രഹം വാങ്ങ. ചെറിയച്ചാ, എന്നാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോട്ടെ. നിങ്ങൾ രാവിലെ കഴിഞ്ഞാലേ ഇറങ്ങുന്നുള്ളൂ. ആ മോനെ, നിങ്ങൾ ചെല്ല്, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. അമ്മേ വാ. വാ മോളെ.